നമുക്കിന്ന് റെസിപ്പി കണ്ടാലോ? അത് അപ്പത്തിൻ്റെ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിനകത്ത് വട്ടയപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അരി ഒരു 2-3 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മളിവിടെ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ വെള്ള അവലുണ്ടല്ലോ, അതാണ്. അത് കുറച്ച് ഒരു 10 മിനിറ്റ് 10 മുതൽ വേണ്ട 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതോടെ ചേർക്കുക. പിന്നെ റൈസ് വേണം. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു നുള്ളുപ്പ്. അപ്പോൾ ഞാൻ ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഒരു നുള്ളു ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് കേട്ടോ, ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരും. അരച്ച ഉടനെയാണ് ഞാനീ കാണിക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഡബ്ബയുണ്ടല്ലോ, സ്റ്റീലിൻ്റെ, നല്ല അടയ്ക്കാൻ പറ്റിയ അടപ്പുള്ള, നല്ല ടൈറ്റ് അടപ്പുള്ള സ്റ്റീൽ ഡബ്ബയ്ക്കകത്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി ഈസ്റ്റ് ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് പുളിച്ച് അങ്ങ് പോകത്തില്ല. രാവിലെ തുറന്നപ്പോൾ ഇങ്ങനെയാണ് ബാറ്ററിൻ്റെ സ്ഥിതി. ഇപ്പോൾ നമ്മൾ അവൽ ചേർക്കുന്നതുകൊണ്ടും ഞാൻ പിന്നെ ഇതിനകത്ത് ചോറ് ചേർത്തിട്ടില്ല. ചോറ് ചേർത്താൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അവലാണെങ്കിൽ ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അവൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ചട്ടി നല്ല ചുറ്റിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വട്ടത്തിലും നിങ്ങൾക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. മധുരം വേണ്ടാന്നുള്ളവർക്ക് അധികം മധുരം ഇടേണ്ട ആവശ്യമില്ല. ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങ കൂടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നോർമൽ അപ്പം പോലെ തന്നെ നമുക്ക് കിട്ടും.